വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്ന് ഓഗസ്റ്റ് 6 ബുധനാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുണ്ട്. 7-ാം പേജിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഒരു ജനത ഫലസ്തീൻ മക്കൾ, അവരുടെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്ന് ചന്ദ്രികയിൽ വന്നിട്ടുള്ളത്. ഞാനത് നിങ്ങളുടെ മുന്നിലെത്തിക്കുകയാണ്. ഗസ പിടിക്കാൻ ഇസ്രായേൽ പദ്ധതി എന്ന തലക്കെട്ടിൽ തെൽ-അവീവ് വംശഹത്യ തുടരുന്ന ഗസയിലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമ്പൂർണ്ണ അധിനിവേശത്തിന് പദ്ധതി തയ്യാറാക്കിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പദ്ധതിയുടെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാവും. അതോടൊപ്പം ഗസയിൽ സൈനിക നടപടി വ്യാപിപ്പിക്കുകയും ചെയ്യും. ഹമാസ് ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നുവെന്ന് പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ആക്രമണം ശക്തമാക്കാനാണ് നെതന്യാഹു ആലോചിക്കുന്നത്. ജെറുസലേം പോസ്റ്റും ചാനൽ 12 ഉൾപ്പെടെ നിരവധി മാധ്യമങ്ങൾ അധിനിവേശ പദ്ധതിയെക്കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടു. ഹമാസ് ആവശ്യപ്പെടുന്നതുപോലെ തങ്ങൾ കീഴടങ്ങില്ലെന്നും സൈനിക നടപടി ശക്തമാക്കിയില്ലെങ്കിൽ ബന്ദികൾ തടങ്കലിൽ പട്ടിണി കിടന്ന് മരിക്കുമെന്നും നെതന്യാഹുവിൻ്റെ ഓഫീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എന്നാൽ ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം ഇസ്രായേൽ പദ്ധതിയെ അപലപിച്ചു. അന്താരാഷ്ട്ര സമൂഹം എത്രയും പെട്ടെന്ന് ഇടപെട്ടില്ലെങ്കിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളും ഉണ്ടാകുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 2-ാം വർഷത്തിലേക്ക് കടക്കുന്ന ഗസ വംശഹത്യയുമായി ബന്ധപ്പെട്ട് തുടർ നടപടി എന്തായിരിക്കണമെന്ന് ചർച്ച ചെയ്യാൻ നെതന്യാഹു യുദ്ധമന്ത്രിസഭയുടെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ആക്രമണത്തിലും പട്ടിണിയിലും മരിക്കുന്ന ഫലസ്തീനികളുടെ എണ്ണം ഉയർന്നുകൊണ്ടിരിക്കെ യുദ്ധം അവസാനിപ്പിക്കാനും മാനുഷിക സഹായം എത്തിക്കാനും നെതന്യാഹുവിന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാണ്. ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ള ബന്ദികളെ മോചിപ്പിച്ച് രാജ്യത്ത് തിരികെ എത്തിക്കാനാണ് ഇസ്രായേലിന് അകത്തും മുറവിളി ഉയരുന്നുണ്ട്. ക്ഷീണിച്ച് മെലിഞ്ഞ 2 ബന്ദികളുടെ വീഡിയോ പുറത്തു വന്നതോടെ ബന്ദികളുടെ കുടുംബങ്ങൾ കൂടുതൽ രോഷാകുലരാണ്. ബന്ദികളുടെ മോചനവും ഹമാസിൻ്റെ ഉന്മൂലനവുമാണ് നെതന്യാഹു യുദ്ധലക്ഷ്യങ്ങളായി പറയുന്നതെങ്കിലും അക്കാര്യത്തിൽ ഇസ്രായേലിന് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. മരണം 61,000 കടന്നു, പട്ടിണിയിൽ 8 മരണം എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ളത്. ഗസ സമ്പൂർണ്ണ അധിനിവേശമെന്ന ലക്ഷ്യത്തോടെ ഗസയിൽ ഇസ്രായേൽ തുടരുന്ന കൂട്ടക്കുരുതികളിൽ മരണനിരക്ക് 61,020 പരിക്കേറ്റവർ 1.5 ലക്ഷം കടന്നതായും ഗസ ആരോഗ്യ മന്ത്രാലയം പറയുന്നു. ഇന്നലെ ഭക്ഷണത്തിന് തേടിയെത്തിയ 52 പേരെ അടക്കം 74 പേരാണ് കൊല്ലപ്പെട്ടത്. 24 മണിക്കൂറിനിടെ പട്ടിണി കിടന്ന് ഒരു കുട്ടി ഉൾപ്പെടെ 8 ഫലസ്തീനികളും മരണപ്പെട്ടു. ഇന്നലെ ഇസ്രായേലി ആക്രമണത്തിൽ പരിക്കേറ്റ് കൊണ്ടുവന്ന 22 പേർ ഖാൻ യൂനിസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിൽ മരണപ്പെട്ടു. 24 മണിക്കൂറിനിടെ പരിക്കേറ്റ് 197 പേരെ കൊണ്ടുവന്നു. എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ട് ഭൂരിഭാഗം പേരെയും തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. ബോംബ് വർഷവും കൂട്ടപ്പലായനങ്ങളും കാരണം ആശുപത്രികളിൽ പരിക്കേറ്റവരുടെയും രോഗികളുടെയും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മെഡിക്കൽ സാമഗ്രികളെല്ലാം തീർന്നിരിക്കെ ആശുപത്രികൾ വീർപ്പുമുട്ടുകയാണ്. നാസർ ആശുപത്രിയിൽ സെൻട്രൽ എമർജൻസി റൂമിൽ 537 പേർ നിലവിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട്. കുട്ടികൾക്കുള്ള എമർജൻസി വിഭാഗത്തിൽ 512 കുട്ടികളും ചികിത്സയിലാണ്. ആശുപത്രിക്ക് പുറത്ത് കെട്ടിയുണ്ടാക്കിയ ടെൻറ്റുകളിലും അനേകം പേർ കഴിയുന്നുണ്ട്. 2 ദിവസത്തിനിടെ ഇസ്രായേൽ കര വ്യോമ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഖാൻ യൂനിസിൽ 11 വയസ്സുള്ള കുട്ടിയടക്കം
5 പേരാണ് കൊല്ലപ്പെട്ടത്. സ്ത്രീകളും കുട്ടികളുമടക്കം അനേകം പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ സേന കുട്ടികളെ പ്രത്യേകം ലക്ഷ്യം വെക്കുന്നതായി ഖദീജ അൽ റാക്കിബ് എന്ന ദൃക്സാക്ഷി പറഞ്ഞു. ഒരു സ്ഫോടന ശബ്ദമല്ലാതെ മറ്റൊന്നും കേട്ടില്ല. അത്ര തന്നെ. ലോഹച്ചീളുകൾ ചിതറിത്തെറിച്ചു. കുട്ടികളെ കൊന്നതുകൊണ്ട് അവർക്ക് എന്തു കിട്ടാനാണ്? അവർ ചോദിക്കുന്നു. ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഗസയിൽ കേന്ദ്രീകരിക്കുമ്പോൾ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ നരനായാട്ട് ശക്തമാക്കി. കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ റെയ്ഡുകളിൽ 15 ഫലസ്തീനികളെ ഇസ്രായേൽ സേന തട്ടിക്കൊണ്ടുപോയി. വീടുകൾ തകർക്കപ്പെട്ടു. പല സ്ഥലങ്ങളിലും കുടിയേറ്റക്കാർ ഇരച്ചു കയറി വ്യാപക നാശം വിതച്ചു. അടുത്തൊരു തലക്കെട്ട്. സേണിന് നിവേദനം അപലപിച്ച് 1000-ലേറെ ശാസ്ത്രജ്ഞർ. ജനീവ. ഗസക്കെതിരായ യുദ്ധത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് 1000-ലേറെ ശാസ്ത്രജ്ഞർ യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ചിന് സേൺ നിവേദനം നൽകി. ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണശാലയെന്ന നിലയിൽ അടിസ്ഥാന തത്വങ്ങളിൽ ഉറച്ചു നിൽക്കണമെന്ന് നിവേദനം ആവശ്യപ്പെടുന്നു. പലസ്തീനുകൾക്കുമേൽ ഇസ്രായേൽ അടിച്ചേൽപ്പിച്ച ഇപ്പോഴത്തെ യുദ്ധം അംഗീകരിക്കാനാവില്ല. ഗസയിൽ മരണനിരക്ക് ഉയരുകയാണ്. മനുഷ്യൻ്റെ അന്തസ്സിനെ ഇസ്രായേൽ അവഹേളിക്കുകയാണ്. മേഖലയിൽ പതിറ്റാണ്ടുകളായി സംഘർഷങ്ങളും സംഘട്ടനങ്ങളും നിലനിൽക്കുമ്പോഴും മാനുഷിക പുരോഗതിക്കും സമാധാനത്തിനും വേണ്ടി അറിവ് പങ്കുവെക്കുകയും ആശയങ്ങളുടെ സ്വതന്ത്രമായ കൈമാറ്റവും ചെയ്യുന്നവരാണ് പശ്ചിമേഷ്യയിലെ ശാസ്ത്രജ്ഞർ. ഇസ്രായേലി ഫലസ്തീനി ശാസ്ത്രജ്ഞർക്കിടയിലെ സമാധാനപരമായ കൂട്ടുകെട്ട് തുടരുമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. ഭൗതിക ശാസ്ത്ര പരീക്ഷണങ്ങളുടെ ഭാഗമായി കണികകളെ കൂട്ടിയിടിപ്പിക്കുന്ന ഏറ്റവും ശക്തിയേറിയ കണി കാതൊരണി ലാർജ് ഹാഡ്രൻ കൊളൈഡർ ഉള്ളത് സേണിലാണ്. ഏറ്റവും പട്ടിണരൂക്ഷമായതോടെ ഗസയിൽ പാകം ചെയ്ത ഭക്ഷണത്തിനു വേണ്ടി കമ്മ്യൂണിറ്റി കിച്ചണിൽ പാത്രവുമായി എത്തിയ ഫലസ്തീനികൾ ഗസയിൽ കുടിവെള്ളവുമായി പോകുന്ന കുട്ടി. ഇസ്രായേൽ ഉപരോധം കാരണം ദാഹജലം കിട്ടാത്ത ഫലസ്തീനികൾ അലയുകയാണ്. ഈ ഒരു പത്ര റിപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിച്ചത്. ഏറ്റവും ദയനീയമായ അവസ്ഥ നേരിടുന്ന പാവപ്പെട്ട ഫലസ്തീൻ മക്കൾക്ക് അവർക്ക് സന്തോഷം നൽകുന്ന ഒരു ദിനം പടച്ച തമ്പുരാൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ലോകത്തെ ഇന്ന് ഏറ്റവും യാതനയും വേദനയും അനുഭവിച്ച് പട്ടിണിയും ദാഹജലത്തിനൊക്കെ നെട്ടോട്ടമോടുന്ന പാവപ്പെട്ട ഫലസ്തീൻ സമൂഹം അവർക്ക് നല്ലൊരു സന്തോഷം ഉള്ള നാളെ എത്തുവാൻ നിങ്ങൾ ഓരോരുത്തരും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് കൂടി ഈ സമയത്ത് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതൊക്കെ ഇത്രയും യാതനയും വേദനയും അനുഭവിക്കുന്ന ഈ ഒരു സമൂഹത്തെ അവരെ രക്ഷിക്കാൻ ലോകത്തെ പല രാഷ്ട്രങ്ങളും അതുപോലെ തന്നെ ലോകത്തെ എല്ലാ മനുഷ്യസ്നേഹികളും ഒന്നിച്ച് ഇവർക്ക് അനുകൂലമായി നിങ്ങളുടെ മനസ്സ് അതോടൊപ്പം തന്നെ ഇവർക്ക് പിന്തുണയുമായി എത്തണമെന്ന് കൂടി ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ഈ ഒരു റിപ്പോർട്ട് പ്രിയപ്പെട്ട ഫലസ്തീനികളുടെ യാതനകൾ അടങ്ങിയ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ അതീവ വലിയ ഒരു മനസ്സിന് വിഷമമുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഏതായാലും ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. പ്രിയപ്പെട്ട ഫലസ്തീനികൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയും ഇതുപോലുള്ള സുപ്രധാന വീഡിയോസും മറ്റുമൊക്കെയായി ചരിത്രങ്ങളുമൊക്കെയായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
അസ്സലാമു